ഓക്കെ റോൾ. മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എപ്പോഴും സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണ്, ലിവിനാണ് എന്നൊക്കെ. ആ ലീവ് എടുക്കാൻ എന്നോട് പറയും. ലീവ് എടുക്കാൻ പറയുന്ന അതിന്റെ ഇടയിൽ എന്തിനാ പറയണ? ശരിയല്ലല്ലോ. എനിക്കത് മനസ്സിലായില്ല. ലീവ് എടുത്തു കഴിഞ്ഞാൽ ജീവിതം ഒക്കെ പ്രാരാബ്ദമൊക്കെ ലീവ് എടുക്കരുത്. ഞാൻ പറഞ്ഞത് രാത്രിക്ക് ലീവ് എടുക്കാനാ. രാത്രിക്ക് ലീവ് എടുക്കണ്ടല്ലോ. രാത്രി പിന്നെ ആകുമ്പോ ഓട്ടോയില് സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയൊന്നും പ്രണയിച്ചിട്ടില്ല. ഇല്ല, ധൈര്യമില്ല. ടീച്ചർ വാട്ട് ഈസ് ദിസ്? അല്ല സത്യമായിട്ട് ഉണ്ടായിട്ട്. ഞാൻ വേനൽ തുമ്പി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കലാജാഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 8ാം ക്ലാസ് വേനൽ തുമ്പി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കലാജാഥയുടെ ഭാഗമായിട്ട് ആ ക്യാമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് മുട്ടായും തന്നിട്ട് എന്നെ സൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് പിന്നെ ആ കുട്ടീനെ എനിക്ക് സ്ഥലം അറിയാം, പിന്നെ എന്താ പേരൊക്കെ അറിയായിരുന്നു. അപ്പോൾ പിന്നെ ആ കുട്ടീനെ കണ്ടിട്ടില്ല. വേറെ തുമ്പി കഴിഞ്ഞതോടുകൂടി ആ തുമ്പി പറന്നുപോയി. അതാണ് അവിടുത്തെ വിരഹം. ആ ഒരു വേദന, എന്റെ തുമ്പി എവിടെയതല്ലേ. അതെന്താ ചാക്കോച്ചന്റെ ലോഗോ, അവിടെ ഒരു ഗന്ധർവനെ പോലത്തെ വെട്ടം. പുള്ളിയാണ് ഞങ്ങളുടെ ഐശ്വര്യം സിനിമയുടെ. സുധീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു പറഞ്ഞു. പുള്ളിയുടെ ഒരു ഭാഗ്യം സിനിമയിൽ ചാക്കോച്ചന്റെ ഭാഗ്യം എന്ന് പറയും. ഐശ്വര്യമാണോ ഈ കാണുന്നത്? പുള്ളിക്ക് ഒരു വലിയ കിരീടം വെക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പ്രൊഡക്ഷനിൽ വിളിച്ച സമയത്ത് പിന്നെ എന്നോട് പറഞ്ഞു നായികയാന്ന്. ഞാൻ പറഞ്ഞു നമ്പർ മാറിയിട്ടൊന്നും ഇല്ലല്ലോ, എന്നെ വിളിച്ചു. ബോധം പോയ അവസ്ഥ തന്നെ എനിക്കുണ്ടായി. കൈയെല്ലാം വരച്ച് ഇങ്ങനെ അമ്മയിലുണ്ട്. അമ്മ ചോദിച്ചാൽ ആരോ മരിച്ചിട്ട് ആരോ വിളിച്ചിട്ടാ ഇല്ലത്. അതെന്റെ റിയാക്ഷൻ കണ്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാ ബോധം ലോട്ടറി അടിച്ച ചിലവർ അറ്റാക്ക് ആയി അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാവില്ല രാജേട്ടാ. നിങ്ങൾ എന്തെങ്കിലും ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല, നീ പറ. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാന്ന് സാറേ കംഫർട്ടായിട്ട് സ്ഥലമില്ലത്? സുരേഷേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം വല്യാന്ന് സുരേഷേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിന്. ഒരു 20-25. അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ എന്റെ സുരേഷേട്ടന് കിട്ടൂല. സുരേഷേട്ടൻ ഭയങ്കര കെയറിങ് ആണ്. അതാണ് സുരേഷേട്ടൻ ടൈം. സ്റ്റാർ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എന്റെ ടൈം. മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി. Super. So hi guys, welcome to Django's Face and you're watching my show On Air with Meenakshi. അപ്പം മനസ്സിലായല്ലോ, പൈങ്കിളിയും തേൻകിളിയും ഒക്കെയാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. നമ്മുടെ സ്വന്തം രാജേഷ് ചേട്ടനും ചിത്ര ചേച്ചി. അപ്പം ഇവരുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഞാൻ നോക്കി വെച്ചാൽ വലിയ പേരല്ലേ, തെറ്റിച്ചില്ല. അപ്പം ഈ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ സ്വന്തം സുരേഷ് ചേട്ടനും സുരേഷ് ചേട്ടന്റെ സ്വന്തം സുമലത ടീച്ചറും ആണുള്ളത്. രണ്ടുപേർക്കും വെൽക്കം. താങ്ക് യു. അപ്പം ആദ്യം ഒരു സിനിമ ഉണ്ടാകുക, ആ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തവരെ ആസ്പദമാക്കി പിന്നെ ഒരു സിനിമ വരിക. നമ്മൾ മലയാളത്തിലെ വളരെ കോമൺ ആയിട്ട് കേൾക്കാത്ത ഒരു സംഭവമാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, രതീഷേട്ടനെ പോലെ എപ്പോഴും വെറൈറ്റി തേടി പോകുന്ന ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഈ ഒരു ആശയം നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്? ഞങ്ങള് വെറൈറ്റി അല്ലേ, പിന്നെ തേടി വന്നതാണ്. രതീഷേട്ടൻ എന്താ അത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ക്യാരക്ടേഴ്സ് പിന്നെ കുറച്ചധികം ആൾക്കാരെ ഏറ്റെടുത്തു. അപ്പം ആൾക്കാർ കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെയോ, പാട്ട് തന്നെ കുറച്ചധികം സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചു കുറെ. അപ്പം ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് കമന്റ് ഒക്കെ കാണുമായിരുന്നു, ഇവരുടെ ഒരു കഥ
എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആലോചന ഒരു ഫണ്ണായിട്ടുള്ള ഒരു വൈകുന്നേരത്തെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞതാണ് നമുക്ക് ഈ സിനിമ എന്നാൽ പിന്നെ ഇത് എടുത്താലോ, ഇവരെ പ്രണയം അങ്ങ് സിനിമ ആക്കിയാലോ എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു. അത് അപ്പോൾ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് തമാശയാണെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സൊക്കെ വിളിച്ചു, ഡേറ്റ് ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത് സംഭവം സീരിയസ് ആണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. കളി കാര്യമായത് അപ്പോഴാണ്. ഈ ഞാൻ ഓർക്കുന്നത് ചിത്ര ചേച്ചിന്റെ ഒരു ഭാഗ്യമാണ്. ഡെബ്യൂ ഫിലിമിലല്ലേ ഒരു സപ്പോർട്ടിങ്. ഞാൻ പണ്ട് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നു സത്യജിത് റായുടെ ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. പട്ടോൾ ബാബു എന്ന് പറഞ്ഞിട്ടൊരു മൂപ്പര് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകും. അപ്പൊ അതിനകത്തൊരു ചെറിയ ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതിങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് പറഞ്ഞ് മൂപ്പരത് ഭയങ്കര അടിപൊളിയാക്കും. അപ്പൊ ചെറിയ ഇതുള്ളതെങ്കിൽ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് മൂപ്പര് ഇറങ്ങണേ. അപ്പൊ അതാണ് ഒരു കഥയുടെ മോറല്. അപ്പൊ ഇവിടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ, എന്നാത്താൻ കേസ് കൂടെ കഴിഞ്ഞപ്പോൾ കിട്ടി. പക്ഷെ ഇപ്പം ഒരു നായികയായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് രതീഷ് ഏട്ടൻ ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞത്? ആ വിളിച്ച് പറഞ്ഞത് കേട്ടപ്പോ ഉണ്ടായ റിയാക്ഷൻ എന്തായിരുന്നു? കിട്ടുണ്ണീരവസ്ഥ, അടിച്ചു മോനെ. രതീഷ് ഏട്ടൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ മാർച്ച് ഒരു അടുത്ത സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, പിന്നെ ഇന്ന മാസങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കണം കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോയതായില്ലേ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പ്രൊഡക്ഷനിൽ വിളിച്ച സമയത്ത് പിന്നെ എന്നോട് പറഞ്ഞു നായികയാണ്. ഞാൻ പറഞ്ഞു നമ്പർ മാറിയിട്ടൊന്നും ഇല്ലല്ലോ, എന്നെ വിളിച്ചു. അത് നായികയാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കുറച്ച് സെക്കൻഡ് ഞാൻ പറഞ്ഞു, എന്നാലേ ബോധം പോകുന്ന അവസ്ഥ തന്നെ എനിക്ക് ഉണ്ടായത്. കൈയൊക്കെ വരച്ചു, കൈയെല്ലാം വരച്ച് ഇങ്ങനെ അമ്മയിലുണ്ട്. അമ്മ ചോദിച്ചു ആരോ മരിച്ചിട്ട് ആരോ വിളിച്ചിട്ടാ ഇല്ലത്. അതെന്റെ റിയാക്ഷൻ കണ്ടിട്ട് ഇപ്പുറം സന്തോഷം തന്നെ. പക്ഷെ പെട്ടെന്നല്ല ഇത് കേട്ട സമയത്ത് പ്രതീക്ഷിക്കാതെ ചെലത്തായിട്ടൊന്ന് കിളി പോയി. എന്താ 3 ദിവസം കഴിഞ്ഞിട്ടാ ബോധം വന്നതാ. 3 to 4 ബിസിനസ്. കൊള്ളാം, അടിപൊളി. അപ്പൊ വീട്ടിലൊക്കെ എല്ലാരും എന്ത് പറഞ്ഞു നായികയായിട്ട്? നീ ഒന്നും കൂടെ ഒന്ന് റീകൺഫേം ചെയ്യുക, സിനിമയല്ലേ? അല്ല, ഞാനിത് എന്റെ വായിന്ന് വരുന്നില്ല ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ. അത് സത്യമായിട്ടും അത് തന്നെ. അപ്പൊ ഞാൻ ലോട്ടറി അടിച്ച ചിലവർ അറ്റാക്കായി അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാവില്ലേ രാജേട്ടാ? അല്ല ഞാൻ ചോദിച്ചേ. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് നിങ്ങ എന്തിങ്ങനെ ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല, നീ പറ. അല്ല ഞാൻ സത്യം പറഞ്ഞ ചിലർക്ക് ഭയങ്കര വിചാരിക്കാത്ത അങ്ങനെ സാധനം വരും നമുക്ക് വരുന്നല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ട്. ടെൻഷൻ തന്നെ സന്തോഷം കൊണ്ടൊരു ഇതായി. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു സന്തോഷം വരുമായിരുന്നു. ഈ മനുഷ്യൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നെങ്കിൽ 2018-19 സമയത്ത് ഓർമ്മയുണ്ടോ? സെന്റ് തെരേസാസ് കോളേജിൽ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഓഡിഷൻ എടുക്കാൻ വന്നത്? അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെ ഇവിടെ ഞാൻ അന്നപ്പന്നൊക്കെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട കുട്ടിയായിരുന്നു. അന്ന് തന്നെ അതെ അങ്ങനെ അന്നൊരു അങ്ങനൊരു യാത്രയായിരുന്നു. അപ്പൊ അത് കൊറേ ആൾക്കാർ അങ്ങനെ നിഷ്കരണം തള്ളി നിഷ്കരണം അന്ന് പറഞ്ഞ കൊച്ചി ഭാഷയിൽ എന്തോ ഒരു വീട്ടില് സീൻ ഉണ്ടാക്കണ സീൻ ചെയ്യാനോ എന്തോ പറഞ്ഞേ. എനിക്കാണ് ഇടയ്ക്ക് ഇച്ചിരി കോട്ടയൊക്കെ കയറി വരുന്നത്. പിന്നെ എന്റെ കൂട്ടുകാരി അന്നൊരു കുമ്പളങ്കാരി, അവൾ എന്നെ നിർബന്ധിച്ച് നീ കൊച്ചി ഇങ്ങനെ എല്ലാത്തിനും നീട്ടി പറഞ്ഞാൽ മതി. നല്ല ഫേക്കായിരിക്കും. രാജേട്ടാ എന്നിട്ട് ഇങ്ങനെ കാണിക്കണ്ടേ? വിളിക്കാട്ടോ, വിളിക്കാം. എന്നോട് അങ്ങനെ പറഞ്ഞേ, ഞാനങ്ങനെ എല്ലാവരോടും പറയുന്നു. അത് ശരി, എന്നോട് വിളിക്കാന്ന് തന്നെ പറഞ്ഞേ. കേസോണിന് രാജേഷ് ഏട്ടനാന്ന് ഓഡിഷൻ. ഞാനപ്പോ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റീനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാനുണ്ട്. ഞാൻ ഇവരെ ചോദിക്കുമ്പോ ഞാൻ ആ മഹേഷിന്റെ പ്രതികാരത്തിന്റെ സീനെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ചിരി വരുന്നു ഇവര് ചോദിക്കുമ്പോ, പക്ഷെ ചിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ. അപ്പൊ എന്താ അതാ എന്നെ പുറത്താക്കിയത്, അല്ലാണ്ട് അവരെ മോശമായിട്ടല്ല. ഇപ്പൊ ചേട്ടൻ ഞാൻ ഒരു ഓഡീഷനാണ് വേറെ, ഇപ്പൊ നന്നായിട്ടുണ്ട്, ഞാൻ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിവേ, അപ്പൊ ഇതെന്താണ് ഇപ്പൊ നമ്മള് സുമലത ടീച്ചറായിട്ട് സെലക്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം? ചിത്ര ഫണ്ണാണ്. ചിത്ര നമ്മളൊരു അംഗൻവാടി ടീച്ചറുടെ ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഓഡിഷൻ തുടങ്ങുക. അപ്പം കുട്ടികളോട് സംസാരിക്കുന്ന രീതിയൊക്കെ നോക്കിയിട്ട്, അപ്പോൾ അതിലെന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് ആൾക്കാരെ ഓഡിഷൻ ചെയ്തിരുന്നു. ചിത്രയുടെ ശൈലിക്കൊരു ഭയങ്കര റിതം താളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്
പിന്നെ ഫൈനലിലേക്ക് എടുത്തത് ചിത്രത്തിന്. പിന്നെ 2-3 പ്രാവശ്യം ഓഡിഷൻ കഴിഞ്ഞു. അവസാനം ആകുമ്പോഴേക്കും പിന്നെ പാട്ടൊക്കെ ആ പാട്ട് പാടുന്നതൊക്കെ കേട്ടിട്ട് അതിൽ വീണിട്ടാണ് നമ്മൾ അവസാനം ആ പാടിയ പാട്ട് 2 വരി പാടുന്നത്. സുമൃത ടീച്ചർ തീർച്ചയായും പാടാം. നമ്മൾ ആദ്യമേ പാടിയില്ലേ? നേരത്തെ ആദ്യം പാടിയ അതന്നെ സംഗീതത്തിൽ ഇപ്പൊ ഇങ്ങനെ വാരി വെതറിക്കൊണ്ടിരിക്കല്. ആ പാട്ടങ്ങ് പാടി. ആ പാട്ടിൽ അങ്ങ് അപ്പൊ തന്നെ ഉറപ്പിച്ചു ഇതാണ് സുമൃത ടീച്ചർ. ഓക്കെ, അപ്പൊ പാടണല്ലേ? ആ പാടണം. അന്ന് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പാടിയത്. ആ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? അതൊന്ന് എനിക്കോ? അല്ല, എങ്ങനെ സുമൃത ടീച്ചർ പാടാം? അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ പറഞ്ഞത്? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇതായിരുന്നു ആദ്യം പാടിയതിന്റെ താളം. അപ്പൊ ഇത് നിന്നെ ഞാൻ എന്ന് പറയുന്നത് വേറെ ഏതോ എങ്ങോട്ടോ പോയി. അപ്പൊ ആ പോക്കിനൊരു രസം ഉണ്ടായിരുന്നു ഭയങ്കര. അപ്പൊ ആ ഒരു താളം ആ ഒരു താളം കിട്ടി നമ്മളെ സിനിമയിൽ എടുക്കാൻ കഴിയും. ടീച്ചർ ഇപ്പൊ ഞാൻ നന്നായി ടെക്നിക്ക് അല്ലേ? ഇപ്പൊ ഞാൻ ശരിക്കും സംഗതി ഇപ്പൊ കറക്റ്റ് ആക്കി, അത് കറക്റ്റ് ആക്കി. അതിനുശേഷം കാണാൻ സിനിമാ നടിയായി നായിക ഇപ്പൊ സെറ്റാണ്. പാട്. അയ്യോ പറഞ്ഞോണ്ട് ഇപ്പൊ കൂടുതൽ നന്നായി പോകുമോ? അല്ലെങ്കിൽ ആദ്യം വന്ന പാടുന്ന പാട്ട് അതന്നെ കണ്ടു. എനിക്കിപ്പോ ചിരി വരുന്നത് പാടുമ്പോ. ഇല്ല അല്ലേ, നന്നായി പോവില്ലേ? ഞാൻ പാടാം. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകൻ ഒരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഞാൻ ഇതിന്റെ അല്ല ഇനി ബാക്കി പാടണമെന്നുണ്ടായിരുന്നോ? ഇല്ല തീരെ ഇല്ല. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കേൾക്കാന്നല്ലേ? ഓക്കെ, എന്തായാലേ ഇതിന്റെ ടീസർ ഞാൻ കണ്ടിരുന്നു. ഒരു പാട്ട് സേവ് ദ ഡേറ്റ് സാധനം നമ്മൾ കണ്ടിരുന്നു. ആ പാട്ടിന്റെ ടീസർ ഞാൻ കണ്ടിരുന്നു. പാട്ട് ട്രെയിലർ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പം പല പല കാലഘട്ടങ്ങൾ ഇതിനകത്തൊക്കെ കാണിക്കുന്നത്. ന്യൂ ജനറേഷൻ, അതായത് ഇപ്പോഴത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. 1960, 1990, 2023. ഇപ്പം എന്താണ് നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനാണ്. നിങ്ങൾ തന്നെ ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് നികത്തി തരിക. വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്? അതെ, പിന്നെ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രണയം, ഇത് ഓരോ കാലഘട്ടത്തിലും ഈ പ്രണയം എങ്ങനെയാണ്, ഇതൊരു കഥയാണ്. ആ കഥേനെ കുറച്ചൊന്ന് കാലഘട്ടങ്ങളൊന്ന് മുറിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ പിന്നെ എന്താ 2023 നടന്നു കയറുന്നത് 1990-ലേക്കായിരിക്കാം. അങ്ങനെയുള്ളൂ? അങ്ങനെയാണ്. ഞാൻ വല്ലാണ്ട് ചിന്തിച്ചു കേട്ടോ. അത് ചെറിയ സിമ്പിൾ പരിപാടിയാണത്. പക്ഷെ എങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ ഇൻസിഡന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ നടക്കുക, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാലഘട്ടത്തിൽ. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വല്ലാണ്ട് ഇതൊരു പുനർജന്മം. അങ്ങനെ ഇത് മാത്രമായിട്ട് ചുരുക്കണ്ട. ഇതിപ്പോ 3 കാലഘട്ടങ്ങളല്ലേ, 3 കാലഘട്ടങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കാലഘട്ടങ്ങളുണ്ട്, വരാനുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ പല പല ഇതുണ്ട്. സോ ഇറ്റ്സ് ഗോണ ബി എ ഫൺ റൈഡ് അല്ലേ? എന്തായാലും അടിപൊളി. ഇതിന്റെ ട്രെയിലറിൽ ഞങ്ങൾ കണ്ട മറ്റൊരു മുഖമുണ്ട്, നമ്മുടെ സ്വന്തം രാജീവന്റെ മുഖം. ഇപ്പൊ രാജീവന് അത് ഒന്നും ആലോചിച്ച് നോക്കില്ലോ, ആദ്യത്തെ സിനിമയിലെ ഒരു ഹീറോയിനെ നിങ്ങളെ സൈഡാക്കി 2ാമത്തെ പടത്തിൽ വന്നപ്പോ അതിനൊരു റേഞ്ച് വേണം. ക്യാമിയോ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞങ്ങള് സുമലത കോടതിയിൽ പോയി രാജീവനെ സഹായിച്ചില്ലേ, രാജീവൻ ഒരു സഹായം അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സഹായമായിട്ട് വന്നതാ പുള്ളി. പിന്നെ സുധീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു പറഞ്ഞു, പുള്ളിയുടെ ഒരു ഭാഗ്യം സിനിമയിൽ ചാക്കോച്ചന്റെ ഭാഗ്യം എന്ന് പറയും. കൊള്ളാം. ആൾക്കാരൊക്കെ ഇത്രയും കണ്ടതിന് ശേഷം പറയുന്നത് എന്താണെന്നറിയോ, ഇത് രതീഷേട്ടൻ യൂണിവേഴ്സ് ആണോന്നാണ്. കാരണം സുരേഷൻ, സുമലത, രാജീവൻ ഇദ്ദേഹം തന്നെ മറ്റേ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. രതീഷ് പൊതുവാളുടെ യൂണിവേഴ്സിലാണ് ഈ കഥ നടക്കുന്നത് എന്തായാലും. അപ്പം ഇതിന് മറ്റേ എന്നത്തെ കേസുമായിട്ട് ആ ക്യാരക്ടേഴ്സിന് എടുത്തു എന്നല്ലാണ്ട് അതേ പ്രിമൈസസിലല്ല കഥ നടക്കുന്നത്. പാരലലി വേറൊരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ് ഇത്. പക്ഷെ രാജീവൻ ഒന്ന് വന്ന് സഹായിച്ചു പോകുന്നുണ്ട്. രാജീവൻ തൊട്ടടുത്താണ്. കൊഴുമ്പലും പിന്നെ ഇതും കാവന്താഴയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അത്
ഓ നിങ്ങൾ അവിടുത്തെ സ്ഥലമാണ്, സുരേഷൻ. നമുക്കറിയില്ല അവിടുത്തെ സ്ഥലം. ആ സുരേഷൻ കാവന്താഴം എന്നാണ് എൻ്റെ പേര്, ഔദ്യോഗികമായ പേര്. പേര് രാജീവൻ, കൊഴുമൽ രാജീവൻ എന്നാണ് ഓ നിങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള. നെയ്ബേഴ്സ് ആണ്. Neighbours ആണ്, ഓക്കെ. അങ്ങനെ വന്നു പോകുന്ന അടുത്തടുത്തുള്ള സ്ഥലങ്ങളാ, വന്നു പോവാവുന്നേ ഉള്ളൂ. അപ്പം വന്ന് പോകുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. ചേച്ചി, ഈ രതീഷ് ഏട്ടൻ്റെ ഒരു ടീമിന്റെ ഭാഗമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ബിക്കോസ് ചെറിയൊരു സ്ക്രിപ്റ്റിന് ഒരു ചെറിയൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ഒരുപാട് ഫ്രഷേഴ്സിനെയൊക്കെ വെച്ച് ഗംഭീര ഹിറ്റ് അടിച്ച് കളയും മൂപ്പര് അല്ലേ? സോ ഹൗ ലക്കി ഈസ് ദാറ്റ് ടു ബി എ പാർട്ട് ഓഫ് ഹിസ് ടീം? സിനിമ ഈ പറഞ്ഞ പോലെ സിനിമേനെ സ്വപ്നം കണ്ടു നടക്കുന്ന ഏതൊരാൾക്കും ഇല്ല ആഗ്രഹമായിരിക്കും രതീഷ് പൊതുവാളിന്റെ സിനിമയില്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ ഭാഗ്യം കിട്ടിയത്. എന്നാത്താൻ കേസുകളിൽ ചെറിയൊരു ക്യാരക്ടർ അത് എല്ലാവരും അംഗീകരിച്ചു. അതിന്റെ സ്പിൻ ഓഫ് പോലെ ഒരു ത്രൂ ഔട്ട് മൂവി അതിൽ നായിക എന്നെല്ലാം പറയുമ്പോ ഭാഗ്യം തന്നെയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇപ്പോഴും പോയിട്ടില്ല. ഇങ്ങനെ ആ ഇതിൽ തന്നെ ഉണ്ട് അത്ര ഇപ്പോൾ. അതെ അതെ അതെ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സ്പിൻ ഓഫ് മൂവീസ് ആദ്യമായിട്ടാണോ വരുന്നേ? ഇങ്ങനെ ഒരു സിനിമയിൽ നിന്ന് ക്യാരക്ടറിനെ എടുത്ത് ഞാൻ സുധീഷേട്ടൻ പറഞ്ഞു കേട്ടതായിരുന്നു കേട്ടോ. അതെ അതെ, പിന്നെ ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ പിന്നെ അതിൻ്റെ ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ചെറുകുടിഞ്ഞിങ്ങനാവുകളും പിന്നെ ഒക്കെ വെച്ചിട്ട്. സ്പൂഫ് സരോജ് കുമാർ അങ്ങനെയൊക്കെ, അതൊക്കെ സ്പൂഫാണ്, സെക്കൻഡ് പാർട്ടാണെന്നൊക്കെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ സ്പിൻ ഓഫ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ആൾക്കാർ ലൈക്ക് ഈ ഒരു 2024 എസ്പെഷ്യലി എടുത്ത് നോക്കുമ്പം ഡിഫറെൻറ്റ് ജോണേഴ്സ് പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ എലമെൻറ്റും ഒന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടു നോക്കാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം ആ ഒരു സിനാരിയോയിലേക്കാണ് ഇപ്പം സുരേഷിനും സുമലതയും ഈ ഒരു സിനിമയായിട്ട് എത്തുന്നത്. അപ്പം എന്താണ് ചേട്ടന് തോന്നുന്നത് ഒരു ആസ് എ ഓഡിയൻ ആൻഡ് ആസ് എൻ ആക്ടർ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ? ഒന്നാമത് ഇതൊരു പ്രണയകഥയാണ്. ഇപ്പം പിന്നെ പ്രേമലു ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രേമലു പോലെ അല്ലാതെ കുറച്ചും കൂടി ഏത് പ്രായക്കാർക്കും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രേമലു കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ, പ്രേമലു പിന്നെ കുറച്ചും കൂടി യങ് ജനറേഷൻ്റെ കഥയാണല്ലോ പറയുന്നത്. ചേട്ടൻ കണക്ട് ചെയ്യാൻ പറ്റുമോ പ്രേമലു? ഓ പിന്നെ ഞാൻ ഭയങ്കര ഫാനാണ് പ്രേമലുവിൻ്റെ. എനിക്ക് ഗിരീഷ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭാവന സ്റ്റുഡിയോസ് പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ. അതുപോലെ ഒരു പ്രണയകഥയാണ്. ഒരു പ്രേമം കഥയിൽ ഉണ്ടാവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഫൺ റൈഡാണ്, പിന്നെ മ്യൂസിക്കലാണ്, മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. ഒരു കളർഫുൾ പടമായിരിക്കും. പിന്നെ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പോലത്തെ ഒരു പടമാണ് അത്. അങ്ങനെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തിയേറ്റർ മുമ്പിൽ കണ്ടിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ അതിന്റെ ഒരു വലിപ്പമൊക്കെ കാണാൻ പറ്റുള്ളൂ. വലിയൊരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ. ഇപ്പൊ ചങ്കുരിച്ചാൽ എന്ന് പറയുന്ന ഒരു പാട്ട് അല്ലെ, അങ്ങനെയല്ലേ അത് പ്രൊനൗൺസ് ചെയ്യുന്നേ? ആ പാട്ട് നമ്മൾ കേട്ടു. ഒരു നല്ലൊരു പഴയൊരു നാടകഗാനൊക്കെ കേൾക്കണ ഒരു ഫീൽ, ഒരു വിരഹത്തിന്റെ ഒരു സാധനം നമുക്ക് തോന്നിയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഒരു ചെറിയ വിരഹ കഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഒരു പ്രണയത്തിന്റെ ഒരു വിരഹ കഥ ഒരു ചെറിയ വാക്കിൽ ചുരുങ്ങാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദേർ. അയ്യോ, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പം അദ്ദേഹം ഇപ്പൊ എവിടെയാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയൊന്നും പ്രണയിച്ചിട്ടില്ല? ഇല്ല, ധൈര്യമില്ല. ടീച്ചർ വാട്ട് ഈസ് ദിസ്? അല്ല, സത്യായിട്ട് ഉണ്ടായിട്ട് ഇല്ല. കോളേജിൽ ഞാൻ TTC കഴിഞ്ഞു പോയതുകൊണ്ട് എല്ലാവരും എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പൊ അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രണയിച്ചിട്ടില്ല? വഴി ലൈക്ക് നെയ്ബർ ആയിട്ടുള്ള ചേട്ടൻ, എന്നും ബസ് സ്റ്റോപ്പിൽ കാണുന്ന ചേട്ടൻ, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ളത്. അങ്ങനെ പറ്റിയ ഒരാളെയും കണ്ടിട്ടില്ല. സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ അവിടെ ഉള്ളൊരു ചേട്ടൻ, ആ ചേട്ടൻ ഇപ്പൊ എവിടെയാണോ? എനിവേ ലെറ്റ്സ് കം ബാക്ക് ടു ദിസ്. ഇല്ല, ചേട്ടൻ പറയട്ടെ, ചേട്ടൻ എന്തിനൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോ ആലോചിച്ചപ്പം എനിക്ക് ഞാൻ വേനൽ തുമ്പി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കലാജാഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 8ാം ക്ലാസ് വേനൽ തുമ്പി അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായിരുന്നത് ആക്ച്വലി നാട്ടില് ഉണ്ട്. വേനൽ തുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കലാജാഥയാ. ഒരു ജില്ല തോറും വെക്കേഷൻ കാലഘട്ടത്തിലെ നാടകവും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് പോകുന്ന. അപ്പൊ അതിനൊരു ക്യാമ്പ് ഉണ്ടാവും, സമ്മർ ക്യാമ്പൊക്കെ പോലെ ഒരു ക്യാമ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ഇത്രയും ഒരു 10-20 പേരുടെ ഒരു ടീമായിരിക്കും. അവർ ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ പോയിട്ട് നാടകം പാട്ട് അങ്ങനെയൊക്കെ കളിക്കും. അങ്ങനെ ഒരു കലാജാഥ ഉണ്ടായിരുന്നു. അപ്പോൾ കലാജാഥയുടെ ഭാഗമായിട്ട് ആ ക്യാമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട്
എനിക്ക് മുട്ടായും തന്നിട്ട് എന്നെ സൈറ്റ് അടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ അത് പിന്നെ ആ കുട്ടീനെ എനിക്ക് സ്ഥലം അറിയാം, പിന്നെ എന്താ പേരൊക്കെ അറിയായിരുന്നു. അപ്പോൾ പിന്നെ ആ കുട്ടീനെ കണ്ടിട്ടില്ല. അതാണ് അന്വേഷിച്ചു പോയില്ല. ഓ ഇല്ല, ഇങ്ങനെ പിന്നല്ലാണ്ട് ഞാൻ സ്നേഹിച്ച് ഇങ്ങനെ അങ്ങനെന്തല്ലേ ചോദിച്ചേ. എന്നാലും ഇതൊരു വിരഹായില്ലേ തുമ്പിതാ എളുപ്പത്തിലൊരു സാധനം. അതെ, വേനൽ തുമ്പി കഴിഞ്ഞതോടുകൂടി ആ തുമ്പി പറന്നുപോയി അല്ലേ? വേനൽ തുമ്പി കഴിഞ്ഞതോടുകൂടി ആ തുമ്പി പറന്നുപോയി. അതാണ് അവിടുത്തെ വിരഹം. സിമ്പിൾ ആയിരിക്കുമല്ലോ പറഞ്ഞു. ഓ ആ ഒരു വേദന, എന്റെ തുമ്പി എവിടെയാണല്ലേ. അങ്ങനെ ഒരു തുമ്പി പറഞ്ഞിട്ടില്ല എന്റെ. ആ ഒരു വർഷം ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ല. അത് പിന്നെ നമ്മള് മറ്റേ എന്തെങ്കിലും വിരഹം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഓർമ്മ ഉണ്ടോന്ന് നോക്കുമ്പോ ആ കുട്ടി, ഞങ്ങൾ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ക്യാമ്പിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടായും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ എനിക്ക് എക്സ്ട്രാ മുട്ടായിയൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. എന്നിട്ട് ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൾ മറ്റേ കരഞ്ഞുകൊണ്ട് നിൽക്കുക, ചെറിയ കുട്ടികളാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുക. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ തുമ്പി എവിടെയാണോ എന്തോ ആരുടെയോ കൂട്ടിലകപ്പെട്ടു. എന്തായാലും നല്ലത് വരട്ടെ ആ കുട്ടി. എന്തിനാണ് ഇപ്പൊ ചോദിച്ചത്? കാര്യം ഇല്ല അങ്ങനത്തെ ഇല്ല, തുമ്പികളൊന്നും പറഞ്ഞിട്ടില്ല. തുമ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴിയോ കോഴികളുണ്ടായിട്ടുണ്ട്, കോഴിയുണ്ട്, കോഴിയുടെ പക്ഷെ അതില് വിരഹമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല ഇല്ല. അല്ല ഇപ്പൊ ഈ പറയാൻ മാത്രം എങ്ങനെ എന്താ പറയണ്ടേ, ടച്ച് ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ആരും മുട്ടായിന്ന് കൊണ്ട് തന്നിട്ടില്ല. അല്ല ഞാൻ ആ കുട്ടി സൈറ്റ് അടിച്ച് കാണിച്ചിട്ട് ചേട്ടൻ എസ് പറഞ്ഞ നോ പറഞ്ഞ പിന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന ചേട്ടൻ തിരിച്ചു സൈറ്റ് അടിച്ച് കാണിച്ചില്ലേ? നമ്മള് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് സൈറ്റ് അടിച്ചാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊരു ഇഷ്ടമുണ്ടെന്നുള്ളത് അറിയിക്കുമല്ലോ. അതിപ്പോ സൈറ്റ് അടിക്കണമെന്നൊന്നുമില്ല. നമ്മള് പണ്ടേ ഉള്ളിലൊരു റൊമാൻസ് ഒരു ഇതുണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് വന്നത്. സുരേഷൻ വേണ്ടി അതെന്നും എന്നും റൊമാൻറ്റിക് ഒക്കെയാണ് എന്നും, അതങ്ങനെ പുറത്തു വരില്ല അങ്ങനെ ഉള്ളു. പക്ഷെ അതെന്തായാലും നമുക്കിപ്പോ സ്ക്രീനിൽ കാണാൻ പറ്റും സുരേഷനായിട്ട് വരുമ്പോഴത്തേക്കും. സിനിമയിൽ കാണാം മതിയല്ലേ, നിർത്തിക്കോന്നല്ല. ഓവറാക്കല്ലേ, ഓവറാക്കട്ടെ അധികം വേണ്ടതല്ലേ. കൊള്ളാം. ഒറ്റ തുമ്പിയുള്ളൂ. ആ ഒരു തുമ്പീനെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. തുമ്പിയോട് ചോദിക്കണം, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാറുണ്ടോ? രതീഷേട്ടന്റെ ഫിലിംസിൽ എപ്പോഴും രതീഷേട്ടന്റെ ഒരു ക്യാമിയോ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തുണ്ടോ രതീഷേട്ടൻ അങ്ങനെ വരുന്നുണ്ടോ? പിന്നെ ഉണ്ട്. എന്നെ കൊണ്ടുവന്ന് നാട്ടിലിറക്കിയിട്ട് പോകുന്നത് രതീഷേട്ടനാ. അതാണ് എന്റെ ഫ്ലാഷ് ബാക്ക് പറയത്തില്ല എന്ന് അതിനകത്ത് സുരേഷൻ പറയുന്നുണ്ട്. ഓ അപ്പൊ ഇദ്ദേഹമാണ് കൊണ്ടിറക്കിയിട്ട് പോകുന്നത്. കൊള്ളാം. ബൈ ദ വേ ഇതിന്റെ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, സിൽവർ ബേസ് സ്റ്റുഡിയോസ് സിൽവർ ബ്രോമൈഡ് പിക്ചേഴ്സ് ആണല്ലോ സിനിമ ഇറക്കുന്നത്. അതെന്താ ചാക്കോച്ചന്റെ ലോഗോ, അവിടെ ഒരു ഗന്ധർവനെ പോലത്തെ വെട്ടം? പുള്ളിയാണ് ഞങ്ങളുടെ ഐശ്വര്യം സിനിമയുടെ. ആ ഐശ്വര്യമാണോ ഈ കാണുന്നത്? അതെ, പുള്ളിക്ക് ഒരു വലിയ കിരീടം വെക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇത് ചെറുതിലൊതുക്കി. എന്നാൽ ആ ഒരു ലോഗോ അത് ഭയങ്കര ഇതായിട്ടുണ്ട്. പണ്ടൊരു ഇതിനകത്ത് ഇങ്ങനെ സിംഹമൊക്കെ വരൂലായിരുന്നു അല്ലേ? കൊള്ളാം. ഞങ്ങളുടെ സിംഹവും പുലിയും എല്ലാം പുള്ളിയാണ്, ചാക്കോച്ചനാണ്. കൊള്ളാം, അടിപൊളി. എന്തായാലും ഈ ലൈക്ക് ഇന്നാത്താൻ കേസ് കൂടുതൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഈ സംഭവം ഇങ്ങനെ ക്ലിക്ക് ആവുക, അറ്റ്ലീസ്റ്റ് വൈറൽ ആവുന്നെങ്കിലും ആ ഒരു കാരണം? രണ്ടാളും ആർട്ടിസ്റ്റ് ആണല്ലോ, തോന്നിയിരുന്നോ? ചേച്ചി ചേച്ചി പറ. ഇല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇത്ര നല്ല ആൾക്കാരെ ഏറ്റെടുക്കുന്ന ഒരു ക്യാരക്ടർ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ എല്ലായിടത്തും പറഞ്ഞ പോലെ ഇപ്പൊ ആ ഒരു കോടതി സീനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തിയേറ്ററിൽ ചിരിക്കാനുള്ള ഒരു സീനാന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പോയിട്ട് ചെയ്ത. ചേട്ടൻ മേ ബി ഗസ് ചെയ്തിട്ടുണ്ടോ രാജേട്ടാ? അല്ല ഇത് പിന്നെ സിനിമ നമ്മൾ ഈ സ്ക്രിപ്റ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ സിനിമ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് എന്തായാലും ഇഷ്ടപ്പെടും ആൾക്കാർക്ക് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നൊന്നും വിചാരിച്ചില്ല. ഇത് ഭയങ്കരമായിട്ട്
ആൾക്കാർ സ്വീകരിച്ചു. എന്നാത്താൻ കേസോട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എല്ലാരും ക്യാരക്ടർ വീഡിയോയിൽ ഇറങ്ങുമല്ലേ, ആ അത് രാജേഷ് ചേട്ടന് ഞാൻ പറഞ്ഞിരുന്നു അറിയില്ല. അപ്പൊ ഓരോ ക്യാരക്ടർ വീഡിയോ ഇറങ്ങുമ്പോ എന്റേത് മാത്രം വരുന്നില്ല. ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞു. ആ ശരിയാ, ഒരു വിഷമാവും നമുക്ക്. ഞാനിങ്ങനെ പോസ്റ്ററിൽ ഒന്നിലും കാണാത്തപ്പോ സത്യമായിട്ട് ഒരു ടെൻഷനും സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പെട്ടെന്ന് ഒരു ഇത് റീച്ച് ആയത് ഒരു സന്തോഷം. അടിപൊളി. ഒരു സിനിമ തന്നെ വന്നത് ഇതാ വലിയ കാട്ടം ഫ്ലെക്സിലൊക്കെ പുറകിലിരിക്കുന്നുണ്ട്. അതാണ്. ഓക്കെ, ഇനി രാജേട്ടാ, ഞാൻ നിന്നാത്താൻ കേസ് കൂടെ സീനിൽ നിന്ന് എടുത്ത ഒരു ഡയലോഗാണ് ചോദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഫണ്ണി ക്വസ്റ്റൻ ആണ്, ഐ നീഡ് ഫണ്ണി ആൻസർ ഓൾസോ. ചാക്കോച്ചൻ മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് കാണാൻ പോവാണ്. രണ്ടാളുണ്ടോ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഷീ ഈസ് ദെയർ, കാണാൻ പോവാണ്. അപ്പോൾ വൈഫിനെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, എപ്പോഴും സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണ്, ലിവിൻ ആണ് എന്നൊക്കെ. ലീവ് എടുക്കാൻ എന്നോട് പറയും. ലീവ് എടുക്കാൻ പറയുന്ന അതിന്റെ ഇടയിൽ എനിക്ക് അത് മനസ്സിലായില്ല. ലീവ് എടുത്തു കഴിഞ്ഞാൽ ജീവിതം ഒക്കെ പ്രാരാബ്ദമൊക്കെ ലീവ് എടുക്കരുത്. ഞാൻ പറഞ്ഞത് രാത്രിക്ക് ലീവ് എടുക്കാനാ, രാത്രിക്ക് ലീവ് എടുക്കണ്ടല്ലോ. രാത്രി പിന്നെ ആകുമ്പോ ഓട്ടോയില് പിന്നെ എന്താ ഉത്സവത്തിനൊക്കെ പോയി വരാം, അങ്ങനെയൊക്കെയുള്ള ഇതാണ് പ്ലാനാണ് എന്റെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ഉത്സവം തുടങ്ങി അടുത്ത ഉത്സവം ആകുമ്പോഴത്തേക്ക് എത്തും. ഒരു 20-25 പോവാ. ആ ഡയലോഗ് നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറയോ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് സംഭവം ചോദിച്ചു പണി മേടിച്ചത്. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാന്ന് സാറേ കംഫർട്ടായിട്ട് സ്ഥലമില്ലത്? സുരേഷ് ചേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം മെല്ലെയാന്ന് സുരേഷ് ചേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിന്. ഒരു 20-25, അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ എന്റെ സുരേഷ് ചേട്ടന് കിട്ടൂല. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, അതാണ് സുരേഷ് ചേട്ടൻ ടൈം. സ്റ്റാർ സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് എന്റെ ടൈം. അടിപൊളി. അപ്പം എന്തായാലും മെയ് 16-ാം തീയതി സുരേഷും സുമലതയും നമ്മുടെ അടുത്ത തിയേറ്റേഴ്സിലേക്ക് വരാന് വളരെയധികം പ്രണയഭരിതരാകാനും ഒരുപാട് ചിരിക്കാനും അതാണ് നമ്മൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്ടേഷൻ ഒട്ടും കുറയ്ക്കണ്ടല്ലോ ഗൈസ്? ഇല്ല, ആ പറ, ബാക്കി പറ. രതീഷയുടെ പറഞ്ഞിട്ട് പോയതല്ലേ, നമ്മളോട് പറയണം. ഒരിക്കലും കുറക്കണ്ട, കുറച്ച് കൂട്ടിയാലേ ഉള്ളൂ, നന്നായിട്ട് കൂട്ടി. കൊള്ളാം. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. അതാണ്, നമുക്ക് എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനിയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ തന്നെ തേടി വരും. അതാണ് ലൈക്ക് ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു സിനിമ വന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ ടോക്കിംഗ് ടു യു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. വിജയ് ഭവ. താങ്ക് യു.